ഹലോ ഗായ്സ്, വെൽക്കം ടു RJ Vlogs. RJ Vlogsന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇതിനു മുമ്പ് 2 ഷോർട്സ് ഇട്ടായിരുന്നു. അതിന് എല്ലാവരും നല്ല സപ്പോർട്ടായിട്ട് കാണിച്ചു. അത് കാരണം നമ്മൾ ഇന്ന് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയുടെ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നൊരു ഹോംലി കുക്കിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഞാൻ ജോഹാൻ. ഹലോ ഗായ്സ്, ഞാൻ റബേക്ക. അപ്പൊ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹോംലി ഷവർമയുടെ റെസിപ്പിയാണ്. അപ്പൊ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇപ്പൊ കാണിച്ചു തരാം. ഫസ്റ്റ് വൺ ചിക്കൻ, പിന്നെ മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, മാഗിയുടെ ക്യൂബ് മസാല, ചിക്കൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ തൈര്. അപ്പോൾ നമ്മൾ പറഞ്ഞ മസാല എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്തിട്ട് 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി വേണ്ടത് ക്യാബേജ് ആണ്. അപ്പോൾ ക്യാബേജ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്യുന്നത് അപ്പാപ്പിയാണ്. അപ്പോൾ നമ്മൾ ക്യാബേജ് അരിഞ്ഞൊരു പാത്രത്തിലേക്ക് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മയോണൈസ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നാരങ്ങ നീര്, വെളുത്തുള്ളി, ഉപ്പ്, മുട്ട, പിന്നെ കുക്കിംഗ് ഓയിൽ. അപ്പോൾ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിടണം. നമ്മളിനി റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ആണെങ്കിൽ ഇനി കുക്കറിലേക്ക് എടുത്ത് വെക്കണം. എന്നിട്ട് 3 വിസിൽ അടിക്കുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പൊ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ചപ്പാത്തിയാണ്. അപ്പൊ ചപ്പാത്തി നമുക്ക് ചുട്ടെടുക്കാം. നമ്മുടെ ചിക്കൻ വെന്ത് റെഡി ആയിരിക്കുവാണ്. ഇനി നമുക്ക് ഇതിന്റെ ബോൺസ് ഒക്കെ എടുത്ത് റിമൂവ് ചെയ്ത് കളയാം. ബോൺസ് റിമൂവ് ചെയ്ത് ഇപ്പം മീറ്റ് മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ക്യാബേജും ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് മയോണൈസ് എടുക്കാം. ഇനി നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഈ മിക്സ്ചർ ചപ്പാത്തിയിലോട്ട് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഷവർമ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഓരോന്നായിട്ട് എടുത്ത് വരിയായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമ്മൾ ഉണ്ടാക്കിയത്. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വല്ല അഭിപ്രായവും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.